അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണവയില്ലേ, കണവയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് വട്ടത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് ചതുരത്തിലോ വട്ടത്തിലോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അത് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അതിൻ്റെ പുറത്തൊരു പാട പോലുണ്ട്, അത് നമുക്ക് കൈവച്ച് തെറ്റിച്ച് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ചില സമയത്തുണ്ടല്ലോ, ഇത് കുറച്ച് ഒന്ന് കുക്കാകത്തില്ല. ഒരു 10 മിനിറ്റൊക്കെ കുക്കായി കഴിയുമ്പോഴത്തേന് ഇതങ്ങ് ഒരു റബ്ബർ പോലെ നമുക്ക് കഴിക്കാനൊക്കെ പാടായിരിക്കും. അപ്പം നമുക്ക് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്നത് എന്നാൽ നല്ലതായിട്ട് കുക്കായി കിട്ടുന്ന രീതിയിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു കുക്കറിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്, പ്രഷർ കുക്കറിൽ. നമുക്ക് ഇതിൽ ആദ്യമായിട്ട് തന്നെ നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധാരണ കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ല നമ്മുടെ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം. അതിനുശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാവേ. പെരുംജീരകം വളരെ വേഗം തന്നെ ആയി കിട്ടുന്നതാണ്. അതിന് ശേഷം നമുക്ക് വറ്റലമുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം. നമുക്കിത് ചട്ടിയിലൊക്കെ വെച്ച് വേണമെങ്കിൽ വേവിച്ചെടുക്കാവേ. ചട്ടി വെച്ച് വേവിക്കുവാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒക്കെ എടുക്കും എല്ലാം റെഡിയായി വരണമെങ്കിൽ. കാരണം ഈ കൂന്തലുണ്ടല്ലോ, ആദ്യമേ വേകുന്ന സമയത്ത് റബ്ബർ പോലെ പിന്നെ നമുക്ക് വേവിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാവേ. ഇഞ്ചി നമ്മൾ നീളത്തിലായിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്തോടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുത്തേക്കാം. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വഴറ്റാനും കൂന്തലിനും എല്ലാം കൂടി ആവശ്യമായിട്ടുള്ളൊരു അത്ര എണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തും അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി അല്ലികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 തുടം വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. നമ്മളെ കൂന്തൽ ഒരു 250 ഗ്രാമൊക്കെ ഉള്ളേ. നമ്മൾ ക്ലീനൊക്കെ ആക്കി വന്നപ്പോഴത്തേക്കിനും അത്രയുമേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചു, നമ്മുടെ പെരുംജീരകം ഇട്ടു, അതിനുശേഷം വറ്റൽമുളക് ഇട്ടു, പിന്നെ നമ്മുടെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അത് ഇട്ടു, അതിനുശേഷം നമ്മുടെ തേങ്ങാ കൊത്തുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അത്യാവശ്യം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവോള ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയാണ് കുറേ കൂടെ ടേസ്റ്റായിട്ട് വരുന്നത്. പിന്നെ സവോള ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവേ. അല്ലെങ്കിൽ സവോളയും ചെറിയുള്ളിയും കൂടെ പകുതിയായിട്ട് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ആയതാലും നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് സവോളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവേ. നമ്മൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിയില്ലാത്തതുകൊണ്ടാണ് 2 പച്ചമുളക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ കൂന്തൽ വെക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ചെയ്യുന്ന സമയത്ത് ചട്ടിയിൽ വേണമെങ്കിലും ചെയ്യാതെ. ഇപ്പം നമ്മൾ കുക്കർ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ വളരെ വേഗം ആകാൻ വേണ്ടി മാത്രമേ കുക്കർ എടുക്കുന്നത്. അല്ലെങ്കിൽ ചട്ടിയിൽ ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ ടേസ്റ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പം നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാമേ. നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മുളക് പൊടി എടുക്കുന്നെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയായിരിക്കും, നമ്മളുടെ ഉപയോഗിക്കുന്ന മുളക് പൊടിയുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പച്ചമണം മാറുന്നിടം, എൻ്റെ കൈ മുട്ടിയത്. അപ്പോൾ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കൂന്തൽ ചേർത്ത് കൊടുക്കാവേ.
വളരെ അധികം വെള്ളം കണ്ടന്റ് ഉള്ളൊരു സാധനം ഈ കൂന്തൽ. അപ്പം നമുക്കിനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലായിടത്തും. അപ്പോൾ നമ്മളിത് ഇളക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇത് കൂന്തൽ ശരിക്കും വേകാനായിട്ട് കൂന്തലിൻ്റെ അകത്ത് തന്നെ വെള്ളമുണ്ട് അതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. നമുക്ക് ഈ നമ്മുടെ ഉള്ളിയില്ലേ, ഉള്ളി വഴറ്റുന്ന സമയത്ത് സ്വല്പം ഉപ്പ് വേണമെങ്കിൽ ഇടാം, അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് കുറച്ച് മാത്രം ഇപ്പോൾ ഉപ്പ് ചേർക്കാം. ഇതിന് വെള്ളം വരുന്നുണ്ട്, എന്നാൽ പോലും നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പുളിക്ക് ആവശ്യമായിട്ട് നമ്മൾ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടിരിക്കുന്ന കുടംപുളി, അതിൻ്റെ വെള്ളം കൂടിയാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കുക്കറി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചത്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുക്കാനായിട്ട് നമുക്കൊരു ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി നമ്മുടെ ആവശ്യത്തിന് റോസ്റ്റ് ആക്കി എടുക്കാവേ. അപ്പോൾ നമ്മുടെ കണവയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷായിട്ട് ചതച്ചെടുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 10 കുരുമുളകിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കിക്കോണം, ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂണ് നമ്മുടെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കും. ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി ഇതിൻ്റെ സ്പില്ലായിട്ട്, അപ്പോൾ ശരി. അപ്പോൾ നമ്മുടെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ നമ്മുടെ സംഭവം എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മണ്ടയ്ക്കൊട്ടൊന്ന് വിതറുക. സംഭവം കിടുക്കാച്ചിയാവും. അപ്പോൾ നമുക്കൊരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല നമ്മുടെ എരിയും ഉപ്പും പുളിയും എല്ലാം നല്ല ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. ഇത് ഒരു കുറച്ച് നേരം ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതായത് തണുത്തേച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു എല്ലാ ടേസ്റ്റും കൂടെ ഉണ്ടല്ലോ നന്നായിട്ട് ആ കണവയിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്നിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല കിടുക്കാച്ച് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്രയാണോ വഴറ്റി എടുക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് അത് വരട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട്. അത് ഓരോ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാവേ. അപ്പോൾ ഇതുപോലുള്ള ഈ കണവ കിട്ടുവാണെങ്കിൽ നമുക്ക് കുക്കറിൽ ചെയ്യുവാണെങ്കിൽ വളരെ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായിട്ടും കിട്ടും, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. വളരെ വേഗം തന്നെ തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻസ് ആയിട്ട് ഇടുക, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. മാത്രമല്ല ഇതുപോലുള്ള കുഞ്ഞു വീഡിയോകളും റെസിപ്പികളും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും നമ്മുടെ കുടുംബത്തിലേക്ക് അംഗങ്ങളാകുക. ആ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ ഒന്ന് ഓൺ ചെയ്യുക. മാത്രമല്ല ഇതുപോലുള്ള റെസിപ്പികളൊക്കെ വീട്ടിൽ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ റെസിപ്പികളൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.